ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു കപ്പ വേവിച്ചതും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ റെസിപ്പിയിൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണയില വറുത്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ പീസുകളെല്ലാം മാരിനേറ്റ് ചെയ്തത് നമ്മൾ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാവുന്ന രീതി, പല രീതിയിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ്സിൽ ഫിനിഷ് ചെയ്യാവുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാം വറുത്ത് വെച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട്, അതായത് ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നൊരു ചെറിയൊരു വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കന് നമ്മൾ വറുക്കാൻ വേണ്ടി ഉപ്പിട്ടുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അല്പം മഞ്ഞൾ പൊടി ചേർക്കണം. മഞ്ഞൾ പൊടിയും ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് ആയി കഴിഞ്ഞതിന് ശേഷം സിമ്മിലിട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് പഴുത്ത തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് കീറി ഇട്ടിട്ടുണ്ട്, നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളിന്ന് തേങ്ങാപ്പാൽ ചേർക്കാത്ത പല രീതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കില്ല. ഇന്ന് നമ്മൾ വെള്ളം ആണ് ഗ്രേവിക്ക് വേണ്ടിയിട്ട്, അതായത് തിളപ്പിച്ച വെള്ളം നമ്മൾ പാകത്തിന് ഗ്രേവി ആക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവേ ഉള്ളൂ. കാരണം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ ചേർക്കാതെ, പലരും തേങ്ങ ചേർത്ത് പല രീതിയിൽ കപ്പ വേവിക്കില്ല. ഇന്ന് നമ്മൾ കുറഞ്ഞ റെസിപ്പിയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പം കപ്പ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ചതച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് വെച്ച് അത് ഇളക്കിയെടുക്കും. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്ത് ഇളക്കിയെടുക്കും. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡിയായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും അപ്പോൾ അതിവിടെ ചേർത്തതാ. അപ്പം നമ്മൾ എല്ലാം റെഡിയായി കപ്പയൊക്കെ ഇളക്കി ചിക്കൻ കറി റെഡി. പിന്നെ നമ്മൾ മല്ലിയില, പുതിന അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ലാസ്റ്റ് അത് ചേർക്കും. നമുക്ക് കറിവേപ്പിലയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതാ.